ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിൻ്റെ ടൈം കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കുറച്ച് കാര്യങ്ങളോടെ സംസാരിക്കാനുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് മറ്റേത് സൈറ്റുകളെക്കാളും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റിസൾട്ട് വരുന്ന ടൈമിൽ. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ കയറി സെർച്ച് ചെയ്താലും മതി കേരള ബോർഡ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വരും. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ എന്താണ് ചെയ്തത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ കാണിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർച്ച് കൊടുക്കുക. സെർച്ച് ബോർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരള ബോർഡ് കൊടുക്കുക. കേരള ബോർഡ് കൊടുക്കുമ്പോഴത്തേക്കും 10ൻ്റെ റിസൾട്ടും +2ൻ്റെ റിസൾട്ടും ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ഏതാണോ പഠിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം വേറെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. റിസൾട്ട് എന്ന് അവിടെ കിടക്കും. അത് കൊടുക്കുമ്പോഴത്തേക്കും ചെക്ക് റിസൾട്ട് എന്ന് പറഞ്ഞ സാധനം വരും. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ റിസൾട്ടിൻ്റെ ടൈം, അതായത് +2ൻ്റെയും VHSCയുടെ റിസൾട്ടിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കാണെന്ന് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 11 മണിക്കെന്ന് പറഞ്ഞിട്ട്. എല്ലാ വർഷവും 11 മണിക്കാണ് വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുടെ ഡിലേ, വെബ്സൈറ്റിൽ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ടാണ് ഇപ്പോൾ 3 മണിക്കാക്കിയെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. എല്ലാവർക്കും നല്ല റിസൾട്ട് ഞാൻ നേരുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും നല്ല റിസൾട്ട് ഞാൻ നേരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരുപാട് പ്രതീക്ഷയിലാണെന്ന് എനിക്കറിയാം. ഞാനും ഒരുപാട് പ്രതീക്ഷയിലാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതുപോലത്തെ ഇൻഫർമേഷൻസാണ് തന്നിട്ടുള്ളത്. നിങ്ങളാരും പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും അല്ല അവസാനം. ഇത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ല അവസാനം. അത്രമാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. കുറേ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ആത്മഹത്യ എന്നൊക്കെ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. ദിശ വരും പോവും, അത്രേ ഉള്ളൂ. അല്ല നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ. അത് നമ്മൾ കൊണ്ട് തുലയ്ക്കില്ല. ദൈവം നമുക്ക് തരുന്നതാണ്. അത് നമ്മൾ കൊണ്ട് തുലയ്ക്കാനല്ല നമുക്ക് തരുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട്, നിങ്ങളുടെ വീട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങൾ അതോടൊത്ത് അവിടെ ഇരുന്നാൽ മതി. പിന്നെ നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണോ അതിൽ നിങ്ങൾ സന്തോഷിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് 3 മണിക്കാണ് റിസൾട്ട് കാത്തിരിക്കാം. അതിന് മുന്നേ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അത് നമുക്ക് ചെയ്യേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കാരണം ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ഉടനെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഈ കാര്യം നിങ്ങളുടെ കൂട്ടാൻ അറിയത്തില്ലെങ്കിൽ അവനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ അടുത്ത് എത്തുന്നതായിരിക്കും. അതൊരിക്കും